രാത്രി 8 മണിക്കായിരുന്നു കാഷ്വാലിറ്റിയിൽ നിന്ന് പുക ഉയർന്നത്. രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒഴിപ്പിക്കുന്നതിനിടെ 5 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ 4 പേരുടെ മരണത്തിലാണ് സംശയം. ഓക്സിജൻ കിട്ടാതെയാണ് മരണം സംഭവിച്ചതെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു. രോഗികളെ പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. കാരണം എമർജൻസി ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. അത് ചവിട്ടി പൊളിച്ചാണ് ആൾ അകത്തേക്ക് കയറിയിട്ട് റാമ്പ് ക്ലോസ് ആയിരുന്നു. റാമ്പിലൂടെ കൊണ്ടുവരേണ്ട ആളെ ഈ സ്റ്റെയറിലൂടെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് വീൽ ചെയർ. ഡോക്ടർമാരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ? എല്ലാം ചോദിച്ചു. മരിച്ചതിന് ശേഷം ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞ ഇതാന്ന് ഓക്സിജൻ കിട്ടാണ്ടാവും മരിക്കുന്നതെന്നാണ്. ICUലേക്ക് മാറ്റാൻ മുന്നേ മരണപ്പെട്ടിരുന്നു. ഇതിന്റെ കണക്ഷൻ വിച്ഛേദിച്ചതിന് ശേഷം ആണ് ഡെത്തായത്. വടകര സ്വദേശി ഗംഗാധരൻ, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, ബംഗാൾ സ്വദേശി ഗംഗ, വയനാട് മേപ്പാടി സ്വദേശിനിയായ നസീറ എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. വടകര സ്വദേശി സുരേന്ദ്രൻ മെഡിക്കൽ കോളേജിൽ എത്തും മുൻപ് തന്നെ മരിച്ചതാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് നമുക്കും തോന്നുന്നത്. കാരണം സംശയത്തിന്റെ പുകമറയൊന്നും വേണ്ട. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അസുഖം സീരിയസ് ആയിട്ടാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള സംശയാതീതമായിട്ട് നമുക്ക് എന്തെങ്കിലും അത് പ്രൂഫിന് നമുക്ക് ഒതന്റിസിറ്റി വേണമെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കേണ്ടി വരും. 3 പേരുടെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഒരു ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ്. ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടട്ടെ. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലുണ്ടായ അപകടം UPS പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന പ്രാഥമിക കണ്ടെത്തൽ. UPS ഉരുകിയതോടെയാണ് ആശുപത്രിയിൽ പുക നിറഞ്ഞതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിശദമായി പിന്നീട് പ്രതികരിക്കാമെന്ന് ആശുപത്രി സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഇവിടെ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ബീച്ച് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ മെഡിക്കൽ കോളേജിൽ അടിയന്തര ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.